അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഉത്തമമായ സ്ത്രീയുടെ 9 മഹത്തായ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം സംസാരിക്കുന്നത്. ഒരു കുടുംബത്തെ ഉയർത്തിപ്പിടിക്കാനും ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനും ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു നല്ല സ്ത്രീ എന്നാണ്. കാരണം ഒരു സ്ത്രീയുടെ സ്വഭാവവും മൂല്യങ്ങളും ചിന്താരീതിയും ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഉത്തമയായ ഒരു സ്ത്രീയുടെ 9 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ ഗുണങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല, മനുഷ്യജീവിതത്തെ മനോഹരമാക്കുന്ന സർവ്വസാധാരണമായ മൂല്യങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. 1. ക്ഷമയും സഹനശക്തിയുമാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ ശാരീരിക ബലത്തിലല്ല, മറിച്ച് പ്രതിസന്ധികളെ നേരിടുന്ന മനക്കരുത്തിലാണ്. ഒരു ഉത്തമ സ്ത്രീയുടെ ആദ്യ ലക്ഷണം ക്ഷമയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതെ സമാധാനത്തോടെ അതിനെ നേരിടാൻ കഴിയുന്നവളാണ് യഥാർത്ഥത്തിൽ ശക്തയായ സ്ത്രീ. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. എന്നാൽ ഓരോ സാഹചര്യത്തിലും ക്ഷമ കൈവിടാതെ മുന്നോട്ടു പോകുന്ന സ്ത്രീ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിരിക്കും. ക്ഷമ എന്നത് ദുർബലതയുടെ ഒരു അടയാളമല്ല, മറിച്ച് അതാണ് യഥാർത്ഥ ധൈര്യത്തിൻ്റെ തെളിവ്. രണ്ടാമത്തെ കാര്യം ധാർമ്മിക ബോധമാണ്. ധാർമ്മിക ബോധം എന്നത് മതാചാരങ്ങൾക്ക് മാത്രം പാലിക്കുന്ന ഒരു കാര്യമല്ല, ശരിയും തെറ്റും തിരിച്ചറിയാനും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് ഉറച്ചു നിൽക്കാനുമുള്ള ഒരു മനോഭാവമാണ്. ധാർമ്മിക ബോധമുള്ള ഒരു സ്ത്രീ സ്വന്തം ജീവിതം നല്ല രീതിയിൽ നയിക്കുക മാത്രമല്ല ചെയ്യുക, തൻ്റെ മക്കളെയും നല്ല സ്വഭാവത്തിലും ഉന്നതമായ മൂല്യങ്ങളിലുമാണ് വളർത്തുക. അവൾ തൻ്റെ കുടുംബത്തെ എന്നും നല്ല വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കും. സത്യത്തിലും നീതിയിലും ഉറച്ചു നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ മനസമാധാനവും ആത്മാഭിമാനവും എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് ധാർമ്മിക ബോധം ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട ഗുണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം വിനയമാണ്. അറിവ് വർദ്ധിക്കുമ്പോൾ അഹങ്കാരം വർദ്ധിക്കരുത്. യഥാർത്ഥ അറിവ് ഒരു മനുഷ്യനെ കൂടുതൽ വിനയമുള്ളവനാക്കും. വിനയമുള്ള ഒരു സ്ത്രീ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കാനും മടിക്കുകയില്ല. വിനയം മനുഷ്യനെ ചെറുതാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിത്തരികയാണ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം ബുദ്ധിയും വിവേകവുമാണ്. സൗന്ദര്യം കാലക്രമേണ മാറാം, എന്നാൽ അറിവും വിവേകവും ഒരു വ്യക്തിയെ ജീവിതകാലം മുഴുവനും ഉയർത്തിക്കൊണ്ടിരിക്കും. സങ്കീർണമായ സാഹചര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വിവേകം അത്യാവശ്യമായ ഒരു കാര്യമാണ്. വികാരങ്ങൾ കടിമപ്പെടാതെ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന സ്ത്രീ കുടുംബത്തിനും സമൂഹത്തിനും വലിയ അനുഗ്രഹമാണ്. പഠിക്കാനുള്ള മനസ്സും അറിവ് വികസിപ്പിക്കാനുള്ള ആഗ്രഹവും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണങ്ങളിലൊന്നാണ്. 5. സത്യസന്ധതയും വിശ്വസ്തതയുമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരു ബന്ധവും നിലനിൽക്കുകയില്ല. സത്യം പറയുന്ന ഒരാളെ ആളുകൾ വൈകിയാണെങ്കിലും വിശ്വസിക്കും. ഭർത്താവിനോടും കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും ആത്മാർത്ഥത പുലർത്തുന്ന സ്ത്രീ എല്ലാവരുടെയും ആദരവ് നേടിയെടുക്കുന്നു. സത്യസന്ധതയാണ് നല്ല വ്യക്തിത്വത്തിൻ്റെ അടിത്തറ. 6. കാര്യം ലാളിത്യമാണ്. ഇന്നത്തെ ലോകത്ത് പലരും ആർഭാടങ്ങളിലാണ് സന്തോഷം അന്വേഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സന്തോഷം ലളിതമായ ജീവിതത്തിലാണ്. ലാളിത്യമുള്ള ഒരു സ്ത്രീ അനാവശ്യ മത്സരങ്ങളിൽ ഏർപ്പെടുകയില്ല, മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുകയില്ല. ഉള്ളതിൽ സന്തോഷിക്കാൻ അവൾ പഠിച്ചിരിക്കും. ആന്തരിക സൗന്ദര്യമാണ് ബാഹ്യ സൗന്ദര്യങ്ങളെക്കാൾ വിലപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സമ്പന്നരായ ആളുകൾ. 7. ദയയും സ്നേഹവുമാണ്. ഒരു വീട്ടിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് പലപ്പോഴും ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം കൊണ്ടാണ്. സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും മറ്റൊരാളുടെ ജീവിതം മാറ്റാൻ കഴിയും. ദയയുള്ള മനസ്സ് കുടുംബത്തെ കൂടുതൽ അടുപ്പിക്കും. മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഇതുതന്നെയാണ്. സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു സ്ത്രീ സമൂഹത്തിന് എന്നും അനുഗ്രഹമാണ്. 8. കാര്യം സംയമനമാണ്. ദേഷ്യം, അസൂയ, അമിതമായ ആഗ്രഹങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഒരു വലിയ വിജയമാണ്. ഓരോ സാഹചര്യത്തിലും വികാരങ്ങളെ നിയന്ത്രിച്ച് വിവേകത്തോടെ പ്രതികരിക്കാൻ കഴിയുന്ന സ്ത്രീ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്തും. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഏത് സാഹചര്യങ്ങളെയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. സംയമനം മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്ഥിരതയും നൽകുന്ന ഒരു കാര്യമാണ്. 9. കാര്യം ശുചിത്വവും ക്രമബോധവുമാണ്.
ശുചിത്വം ശരീരത്തിൻ്റെ മാത്രം കാര്യമല്ല, മനസ്സിൻ്റെയും ചിന്തകളുടെയും ജീവിത രീതിയുടെയും ശുചിത്വവും അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതും കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുന്നതും സമയത്തിന് വില നൽകുന്നതും ക്രമബോധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ക്രമമുള്ള ജീവിതം നയിക്കുന്ന സ്ത്രീക്ക് ലക്ഷ്യങ്ങളും വ്യക്തമായിരിക്കും. അവളുടെ കുടുംബത്തിലും അത് നല്ല സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഈ 9 കാര്യങ്ങളാണ്. ഇത് വെറും പഴയകാല ഉപദേശങ്ങൾ മാത്രമല്ല, ഇന്നത്തെ കാലത്തും അതേ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന വലിയ ജീവിത മൂല്യങ്ങളാണ്. ക്ഷമ, ധർമ്മബോധം, വിനയം, ബുദ്ധി, സത്യസന്ധത, ലാളിത്യം, ദയ, സംയമനം, ശുചിത്വം, ഈ 9 ഗുണങ്ങളും ഒരാളുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കുന്നു. ഇവ സ്ത്രീകളിൽ വളരുമ്പോൾ ആ കുടുംബം ശക്തമാകുന്നു. കുടുംബങ്ങൾ ശക്തമാകുമ്പോൾ സമൂഹവും ശക്തമാകുന്നു. യഥാർത്ഥ സൗന്ദര്യം ആഭരണങ്ങളിലോ വസ്ത്രങ്ങളിലോ അല്ല, നല്ല സ്വഭാവത്തിലും ഉന്നതമായ മൂല്യങ്ങളിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതം ഖൈറും ബറക്കത്തുമുള്ളതാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.